The law of accommodation states that the body adapts to foreign elements that cannot be eliminated. ജീവശരീരത്തിൽ നിന്ന് ചൈതന്യത്തിന് പുറന്തള്ളുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത ദോഷകാരികളോട് ശരീരം സമരസപ്പെടുകയോ അനുരൂപപ്പെടുകയോ ചെയ്യും. ശരീരത്തിനകത്ത് ശസ്ത്രക്രിയയിലൂടെ വച്ചുപിടിപ്പിക്കുന്ന ലോഹപദാർത്ഥങ്ങളോടും ആവർത്തിച്ച് പ്രയോഗിക്കുന്ന മരണകാരികളല്ലാത്ത ഔഷധങ്ങളോടും പതിയെ ശരീരം പ്രതികരിക്കാതാകുന്നത് ഇതുകൊണ്ടാണ്. ഇതാണ് ജീവന്റെ അനുരൂപ നിയമം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കും മാറാകട്ടെ. ജീവൻ അതിന്റെ പരിവട്ടത്ത് വന്നു ചേരുന്നതിന് തനിക്കു വേണ്ടാത്തതിനെയെല്ലാം അധികം വൈകാതെ കടത്തിവിടും. ഈ അധികം വൈകാതെ കടത്തിവിടും എന്ന് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉടനെ കടത്തിവിടില്ല. ഉടനെ കടത്തിവിടുന്നത് അത് അത്രത്തോളം ദോഷകാരിയാകുമ്പോൾ മാത്രമാണ്. ഇപ്പോ പൊട്ടാസ്യം സയനൈഡ് പോലുള്ള ഒരു രാസപദാർത്ഥമാണ് നമ്മുടെ അകത്തേക്ക് കയറുന്നതെങ്കിൽ ശരീരം നിന്നപ്പിൽ അതിനോട് പ്രതികരിച്ച് പിന്നീട് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ സ്തബ്ധാവസ്ഥയിലേക്ക് പോകും, മരണത്തിലേക്ക്. തീയാണ് കൊള്ളുന്നതെങ്കിൽ ഉടനെ ശരീരം ഇങ്ങനെ പൊള്ളിച്ച് ശരീരത്തിൽ നിന്നും അകറ്റി നിർത്തും. ആ പൊള്ളലിന് സാധ്യമായ ആ ഒരു ഏരിയ അകറ്റി നിർത്തും. അപ്പൊ അതുപോലെ തീവ്രമായിട്ടുള്ളത് വരികയാണെങ്കിൽ അതിനനുസരിച്ച് തീവ്രമായി പ്രവർത്തിക്കും. ഇവിടെ എൻ്റെ ഒരു ഏട്ടൻ നിരന്തരമായിട്ട് ഈ മരുന്ന് കഴിക്കുകയും മരുന്നിന് ഉടനടി ആക്ഷൻ വേണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരാള്. അപ്പൊ ഉടനടി ആക്ഷൻ വേണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അത് അത്രയേറെ വിഷകാരിയാകുന്നു എന്നാണ്. അപ്പോ ശരീരം അതുകൊണ്ട് പതുക്കെയാണ് എല്ലാത്തിനെയും തള്ളുക. ഇത് ശരീരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. മനസ്സിൽ ഭാവന ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ സംഭവിക്കുമെന്നൊരു വസ്തുതയുണ്ടല്ലോ. മനസ്സിൽ ഭാവന ചെയ്യുന്നത് ഉടനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അതേ ഏട്ടൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സിൽ ഒരു ആനയെ ഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. ഭാവന ചെയ്ത ഉടൻ ഈ ആന ഇവിടെ പ്രത്യക്ഷമായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഭയന്നു പോകും, ഓടിപ്പോകും. അപ്പൊ ഈ ഒരു അപകടം ഒഴിവാക്കാൻ തന്നെയാണ് ഭാവന ചെയ്താൽ ഉടനെ പ്രത്യക്ഷമാകുന്ന ഒരവസ്ഥ ശരീരം പ്രകൃതി ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ അനുചിതമായ ഒരു വസ്തു ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ഉടനടി പ്രതികരിക്കും. തീവ്രത കുറഞ്ഞതാണെങ്കിൽ അതിനൊരു ചെറിയ കാലതാമസം വയ്ക്കും. കാരണം അതിനോട് പൊരുത്തമാകാൻ കഴിയുമോ, അതിനെ റിജക്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ഒരു മെക്കാനിസം നമ്മൾ തന്നെ പറയാറില്ല. ഇപ്പൊ ചില ജീവിതത്തിൽ വരുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിന് നിങ്ങളൊരു 10 സെക്കൻഡ് സമയമെടുക്കാൻ പറയും. ഈ 10 സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ അതിനോടുള്ള വികാരത്തേക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും, എന്നിട്ട് തീരുമാനം എടുക്കാൻ കഴിയും. അതുപോലെ ശരീരം എല്ലാത്തിനും ഒരു ചെറിയ സമയമെടുക്കും. തീവ്രത കൂടിയതാണെങ്കിൽ ഉടനടി പ്രതികരിച്ചു തുടങ്ങും. അപ്പോ ശരീരത്തിന് വേണ്ടാത്തതിനെ പുറത്താക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ഒരു മെക്കാനിസമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം വേണ്ടതാണെന്ന് നമുക്ക് തോന്നും. അകത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ നിന്നും വേണ്ടതെടുത്ത് വേണ്ടാത്തതിനെ കണ്ടെത്തി അതിനെ ഒഴിവാക്കുക, ശരീരത്തിന്റെ ഭാഗമായിരുന്നതിനെയും ഒഴിവാക്കുക എന്ന കാര്യം ശരീരം ചെയ്യുക തന്നെ ചെയ്യും. അതിലൂടെയാണ് വിസർജന പ്രക്രിയ ഉണ്ടാവുന്നത്, അതിലൂടെയാണ് ചയാപചയ പ്രക്രിയകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ശരീരത്തിന് വേണ്ടാത്തതിനെ ഒഴിവാക്കുക എന്നുള്ളത് ശരീരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഈ ചിലതൊക്കെ നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ പിന്നെയും കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ തുപ്പും. അതിന്റെ കാരണം കുഞ്ഞിനത് ആവശ്യമില്ലാത്തത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞിന് വീണ്ടും കൊടുത്തു കുഞ്ഞ് പിന്നെ തുപ്പുന്ന പരിപാടി അങ്ങ് നിർത്തും.
കാരണം കുഞ്ഞിന് ഇത് തുപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കഴിയുള്ളൂ, വേറൊരു ആക്ടിവിറ്റി ചെയ്യാൻ കഴിയില്ല. അപ്പോ ആ സമയത്ത് കുഞ്ഞ് അതുമായി അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. പല്ലിന്റെ ഇടയിൽ തേങ്ങയുടെ ഒരു കഷ്ണം പോയാൽ, തേങ്ങ തിന്നുന്നതിനിടയിൽ പല്ലിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് വെളിയിൽ പോകുന്നത് വരെയും നാക്ക് അതിനെ തോണ്ടി 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 വെളിയിലേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനം. ശരീരത്തില് നമ്മളൊരു പല്ല് വെച്ചാൽ ഇതേ പല്ലിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേറൊരു സംഭവത്തെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഈ തോണ്ടല് തുടരും, ഒടുവിൽ തോണ്ടല് നിർത്തും. കാരണം അങ്ങനെ തുടർന്ന് തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ സാധ്യതയുണ്ടാവുള്ളൂ, മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് സമയമുണ്ടാവില്ല. അതുകൊണ്ട് ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വെടിയുണ്ട കയറിയാൽ ആ വെടിയുണ്ടയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ആ വെടിയുണ്ടയെ ശരീരം അവിടെ ഇട്ട് ആ വെടിയുണ്ട നിൽക്കുന്ന ഭാഗത്തെ പഴുപ്പിച്ച് അതിനെ ഇങ്ങനെ പതുക്കെ 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 ഏറ്റവും ശരീരത്തിന്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്ന് വ്രണമാക്കി പൊട്ടിച്ച് വെളിയിലേക്ക് കളയും. ഇത് ശരീരത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ ചില വെടിയുണ്ടകൾ അകത്തേക്ക് എല്ലിന്റെ ഭാഗത്തേക്കൊക്കെ കയറി ഉള്ളിൽ ചെന്ന് സെറ്റായി കഴിഞ്ഞാൽ ശരീരം പിന്നെ അതിനെ പഴുപ്പിച്ച് വെളിയിൽ കളയില്ല. ഈ വെളിയിൽ കളയാൻ വേണ്ടിയാണ് പഴുപ്പിക്കുന്നത്, പക്ഷെ പഴുപ്പിക്കൽ പോലും ഇല്ലാതെ അത് അവിടെ നിലനിർത്തും. ഇതേ പ്രോസസ്സാണ് ശസ്ത്രക്രിയ വഴി നമ്മൾ ശരീരത്തിനകത്ത് റോഡുകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ റോഡുകൾ ശരീരത്തിനകത്ത്, റോഡെന്ന് വെച്ചാൽ ഇരുമ്പിന്റെ ദണ്ഡമൊക്കെ സ്ക്രൂവും ഒക്കെ ശരീരത്തിന്റെ എല്ലിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വെളിയിലേക്ക് കളയാതെ പഴുപ്പിക്കാതെ ശരീരം അവിടെ തന്നെ നിലനിൽക്കും. ഇതേ തന്നെയാണ് ഒരു പുകവലിക്കാരന്റെ അടുത്തുകൂടെ ഒരു കുഞ്ഞു പോയി കഴിഞ്ഞാൽ കുഞ്ഞു ചുമയ്ക്കും. കാരണം പുക അസഹ്യമാണ്, വിഷമുള്ളതാണ്, ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ഈ പുകവലിക്കാരൻ ചുമക്കുന്നുണ്ടാവില്ല. കാരണം എന്താ? പുകവലിക്കാരന്റെ അകത്തേക്ക് ചെല്ലുന്നതിനോടൊക്കെ തന്നെ അയാൾ ആദ്യം പ്രതികരിച്ച് പിന്നീട് പ്രതികരണം പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് ശരീരം ചെല്ലും. നമ്മൾ നമ്മുടെ ദിവ്യഭക്ഷണമായി കരുതിയിട്ടുള്ള അരിയും ചോറും കഞ്ഞിയും ഒക്കെ ഉണ്ടല്ലോ, ഇത് കഴിച്ചിട്ട് നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളത് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അതല്ലാതെ ദിവ്യഭക്ഷണമായതുകൊണ്ടല്ല. അപ്പോ നമ്മൾ ഇന്ന് ശീലിച്ച് വെച്ചിട്ടുള്ള പലതും, ഇതാണ് എന്റേത് എന്ന് കരുതുന്ന പലതും നമ്മൾ ആവർത്തിച്ച് ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ ശരീരം അതിനോട് അനുരൂപപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നത്. അല്ലാതെ അത് ശരീരത്തിന്റെ ദിവ്യാവസ്ഥയിലോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടല്ല. അപ്പോ മനസ്സിലാക്കുക, ആവർത്തിച്ചുപയോഗിക്കുന്ന ഏത് കാര്യത്തെയും ശരീരത്തിന് റിജക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ശരീരം റിജക്ഷന് വേണ്ടിയുള്ള ആ ഒരു എനർജി ലോസ് ഒഴിവാക്കും. ശരീരം അതിനെ അക്കോമഡേറ്റ് ചെയ്യും. ഇതാണ് ജീവന്റെ അനുരൂപ നിയമം അഥവാ ലോ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക. നന്ദി, നമസ്കാരം.